വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങോട്ട് സോമശേഖരനാണെങ്കിൽ ശിവന് വിലങ്ങ് വയ്ക്കാൻ പറയുമ്പോൾ ശിവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് എൻ്റെ സമ്മതം പിന്നെ അനുവദിക്കില്ല എന്നൊക്കെ ശിവൻ കുറേ ഡയലോഗൊക്കെ അവിടെ പറയുന്നുണ്ട്. അന്നേരം ഇതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണം? ഇനി ഇവിടെ എല്ലാം നടക്കാൻ പോകുന്നത് എൻ്റെ സമ്മതപ്രകാരമാണ്. പിന്നെ നീ എന്താ തല്ലാനായിട്ട് കൈ ഓങ്ങി സമ്മതിച്ചല്ലോ, ബാക്കിയൊക്കെ നിന്നെക്കൊണ്ട് ഞാൻ തല്ലി സമ്മതിപ്പിച്ചോളാം. ഇതിന് ഞങ്ങൾക്ക് അധികം ഫോഴ്സ് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രയോഗിക്കേണ്ടി വരും. ഒറ്റയാനെ മെരിക്കാനായിട്ട് ഒരേ ഒരു വാരിക്കുഴി തന്നെയാണ്, ഒരു 10 വാരിക്കുഴി ഞാൻ മെനഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ഈ സോമശേഖരൻ ഇതിനു വേണ്ടി പുറപ്പെട്ടത്. ഇതോടുകൂടി നിന്നെ ഞാൻ പൂട്ടും എന്ന് പറഞ്ഞിട്ട് വിലങ്ങ് വെക്കണമെന്ന് ഇങ്ങനെ പോലീസുകാരോട് പറയുമ്പോൾ 2-3 പേര് ചേർന്ന് ബലമായിട്ട് ശിവൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജീപ്പിലൊക്കെ അങ്ങോട്ട് ഒരു കയ്യിൽ വിലങ്ങ് വെച്ചാൽ മതി, അങ്ങോട്ട് ലോക്ക് ചെയ്യും. സ്പടികൻ സിനിമയിൽ ആടുതോമയെ കൊണ്ടുപോകുന്നത് പോലെ ആ ഒരു ഭദ്രൻ സിനിമയെ നമുക്ക് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം, നിൻ്റെ ആരാധകരെയൊക്കെ അങ്ങോട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് ശിവനെ കൊണ്ടുപോയി ആ സീറ്റിൻ്റെ അതിലേക്ക് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്നാൽ പിന്നെ നമുക്ക് ആ സിനിമ എങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശിവനിങ്ങനെ ആകെ ഒരു ദേഷ്യത്തോടെ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. ചുറ്റും ഇരിക്കുന്ന എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. റാണി ദൂരെ നിന്നതെല്ലാം നോക്കി തന്നെ നിൽക്കുകയാണ്. അന്നേരം എന്നാൽ പിന്നെ നിൻ്റെ ആഗ്രഹം പോലെ ആകട്ടെ സോമശേഖര എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ആ കയ്യിൽ അങ്ങോട്ട് പറിച്ച് സോമശേഖരൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പിടിച്ച് സോമശേഖരനെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ പോലീസുകാരെയൊക്കെ ആദ്യം പിടിക്കുമ്പോൾ ശിവൻ അവരെയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷേ അവസാനം സോമശേഖരൻ അങ്ങോട്ട് ചാടി എണീക്കുന്നുണ്ട്. ഒരു കയ്യിൽ വിലങ്ങിരിക്കുന്നല്ലോ, അപ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കാനായിട്ട് ശിവന് കഴിയുന്നില്ല. സോമശേഖരൻ തൊപ്പിയൊക്കെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് മുന്നേ അവൻ്റെ കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ആ വിലങ്ങ് വയ്ക്കുന്നതിന് മുമ്പേ അതങ്ങോട്ട് വാങ്ങിച്ചൊരു പോലീസുകാരൻ്റെ കയ്യിൽ സോമശേഖരൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു ഷർട്ട് എന്ന് പറഞ്ഞാൽ ബട്ടൺസ് എല്ലാം ഇങ്ങനെ അഴിച്ചുമൊക്കെ ഇടുന്നുണ്ട് സോമശേഖരൻ. അതിനുശേഷമാണ് വിലങ്ങ് വെച്ച് അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുവന്ന് സിനിമയിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ അടുത്തുമ്മയ്ക്ക് പിന്നെ കൂടെ ഉണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ. പക്ഷേ ഇവിടെ നിനക്ക് കൂടെ ബലം ഊർജ്ജം തരാൻ പോകുന്നത് ഞാനാണ്, എൻ്റെ കൈമുട്ട് കൊണ്ടാണ് നിനക്ക് ഊർജ്ജം തരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷം വണ്ടി എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേ ശേഷം വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ജീപ്പ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. അന്നേരം അതിനനുസരിച്ച് ശിവനാണെങ്കിൽ ബാക്കിലോട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് സോമശേഖരനും പോലീസുകാരും കൂടെ നടക്കുകയാണ്. വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ശിവനിങ്ങനെ പതിയെ വണ്ടി സ്ലോയിൽ പോകുമ്പോൾ ശിവൻ അതിനനുസരിച്ച് നടന്നും പോവുകയാണ്. അന്നേരം ഒരു പോലീസുകാരനോട് വീഡിയോ എടുക്കണമെന്ന് പറയുകയാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ, ഇതിലിങ്ങനെയുള്ള ശിക്ഷയൊക്കെ കിട്ടുമെന്ന് മൊത്തം അറിയട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പോലീസുകാരനാണെങ്കിൽ ഇതെല്ലാം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ ഈ ശിവനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ തന്നെയാണ്. നിനക്ക് ഇതിനുള്ള ശിക്ഷ തന്നെയാണ് തരാനായിട്ട് പോകുന്നത്. ഒന്നുകിൽ നീ ഇതോടുകൂടി നീ തീരും, അല്ലെങ്കിൽ സ്ത്രീകളെ തൊടുന്നവർക്കൊന്ന് ഈ ആത്മഹത്യ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ, അല്ലെങ്കിൽ ഇതോടുകൂടി നീ തീരും. പിന്നെ നിൻ്റെ പേര് ശിവൻ എന്നല്ലേ, അപ്പോൾ കാലിന് അങ്ങോട്ട് പെട്ടെന്ന് നിൻ്റെ വിളി കേൾക്കും, അതിനു വേണ്ടി നീ പ്രാർത്ഥിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആകെ അപമാനിതനായിട്ടാണ് ശിവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ. എല്ലാവരും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ച് തറയിലിട്ട് ഈ പിന്നെ ചവിട്ടി തേക്കുന്നുണ്ട് സോമശേഖരനാണെങ്കിൽ. അങ്ങനെ അതും കൂടി കാണുമ്പോൾ ശിവനിങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. അന്നേരം എൻ്റെ ജീവനായിട്ട് കരുതുന്നതാണ് ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ്, നീ അപ്പോൾ നിൻ്റെ വിധി നീ തന്നെ അങ്ങോട്ട് കുഴിക്കുകയാണല്ലോ, പക്ഷേ അങ്ങോട്ട് തല്ലി തീർത്തേക്കണം എന്നെ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെ ഒരു ജീവൻ ഇച്ചിരിയെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നീ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല, ഒരെണ്ണവും വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല, അത് ഈ സോമശേഖരനെ അറിയാം അല്ലേടോ എന്നൊക്കെ സോമശേഖര എന്ന് വിളിച്ച് തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ. പിന്നെ ഇത് കാരണം ഇത് ശിവോഹമാണ്, നിങ്ങൾക്കിത് വിയോഗമാകാതിരിക്കാൻ സൂക്ഷിച്ചോ സോമശേഖര എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ്. അന്നേരം ഇടിമിന്നലും ആ ഒരു ശിവൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു പാട്ടുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ശിവനിങ്ങനെ ആകെ തിളച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ സോമശേഖരൻ ഇടാന്നും പറഞ്ഞ് ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഒങ്ങുമ്പോൾ ഈ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് സോമശേഖരൻ്റെ. അന്നേരം റസാഖാണ് വിളിക്കുന്നത്. അന്നേരം എന്താടോ അവിടെ നടക്കുന്നത്, ഒരുത്തനെ തുണി അഴിച്ച് ഇങ്ങനെ എന്താ ഷോ ആണോ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. മര്യാദയ്ക്ക് ഡ്രസ്സ് കൊടുത്തവനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് റസാഖ് അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം അത് സാറെന്നൊക്കെ സോമശേഖരൻ പറയുന്നതിന് വേണ്ട കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സോമശേഖരനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ശിവനെ. അതിനുമുന്നേ ശിവൻ്റെ ആ കുറേ ഡയലോഗൊക്കെ കാണിക്കുന്നുണ്ട്. ശിവൻ്റെ ഒരു രൗദ്രഭാവം, താണ്ഡവം അറിയാമല്ലോ, എല്ലാം നശിപ്പിക്കുന്ന, അതുപോലെ ഞാനൊന്ന് പെരുമാറും, ഞാൻ തിരിച്ചു വരികയാണ്, തിരിച്ചു വരുമ്പോൾ നിന്നെ എൻ്റെ ഒറ്റ എണ്ണത്തിനെ ബാക്കി വെച്ചേക്കില്ല, എല്ലാത്തിനും ഞാൻ പൂട്ടും, തനിക്കറിയാമല്ലോ സോമശേഖര എന്നൊക്കെ വിളിച്ച് കുറേ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ശിവനോട്. പിന്നീട് അതിനുശേഷം ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നു ആ സീൻ കാണിക്കുന്നില്ല.
അതേസമയം അവിടെ ഡെയ്സി ആണെങ്കിൽ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ബ്രെഡിൽ ജാമൊക്കെ പോയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അവിടെ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയ്ക്ക് ഈ ഇരിപ്പും ഭാവം കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ഇവളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ ഞാനും ഏട്ടനും കൂടി ഇവളുടെ വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കുന്ന പോലെയാണ്, അഹങ്കാരം മൂത്ത് ഭ്രാന്തായി പോയതാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തുണിയൊക്കെ വിരിക്കുന്നുണ്ട്. ഡെയ്സിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എന്താടി ആലോചിക്കുന്നത്, എന്നെ എങ്ങനെ ഇവിടെ നിന്ന് കെട്ടിക്കാമെന്നാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടുന്ന് ഇത് ഞങ്ങളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ, നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതാണോ ആലോചിച്ചത്, അപ്പോൾ ആങ്ങളെയും പെങ്ങളെയും കൂടി ഒഴിയാൻ നോക്കും, ഞാൻ എങ്ങോട്ടാണ് വന്ന് കയറുന്നതെന്ന് അപ്പോൾ കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റാണിയാണെങ്കിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. ആകെ വെപ്രാളത്തിലാണ് റാണി വരുന്നത്. ഓട്ടോ കാശൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ട് നിൽക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ചന്ദ്ര ആകെ പ്രശ്നമായി. ഡെയ്സി അവൾ പണി പറ്റിച്ചു, ശിവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ ഡെയ്സി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അന്നേരം ഇവളെ കൊല്ലാൻ നോക്കിയെന്നാണ് കേസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, ഏട്ടനെ ഉപദ്രവിച്ചതും കൊല്ലാൻ നോക്കിയതും ഒക്കെ ഇവളല്ലേ, ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഡെയ്സിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് പിന്നെ അറസ്റ്റ് അങ്ങനെ അതൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ തന്നെ വേണമെന്നൊക്കെ ഡെയ്സി ഇരുന്ന് പറയുന്നുണ്ട്. അന്നേരം ഉപദ്രവിച്ചതും പിന്നെ കൊല്ലാൻ നോക്കിയതൊക്കെ നീയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം കേസ് കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ സ്ത്രീയെ തൊട്ടാൽ എന്താണ് ശിക്ഷ എന്നറിയാമല്ലോ, 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ കിട്ടും. പിന്നെ സ്ത്രീയുടെ ചോദ്യം ചെയ്യലെന്നൊക്കെ സുരക്ഷയെ ചോദ്യം ചെയ്യലെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായമൊക്കെ ഡെയ്സി അവിടെ പറയുന്നുണ്ട്. അന്നേരം സ്ത്രീ പുരുഷനെ ആക്രമിച്ചാലും പുരുഷൻ സ്ത്രീയെ ആക്രമിച്ചാലും ഇപ്പോൾ പുരുഷനാണല്ലോ തെറ്റ് എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വാദിക്കുക ചെയ്യുന്നുണ്ട്. അന്നേരം നീ ആരോടായി പറയുന്നത്, ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഡെയ്സിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന സോമശേഖരനാണ് മാർക്കറ്റിൽ കൂടി അങ്ങനെയാണ് കൊണ്ടുപോയത് ആ സംഭവമൊക്കെ പറയുന്നുണ്ട്. അന്നേരം പോലീസിനെ വരെ വിലക്കെടുത്തിട്ടാണല്ലേ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം നിൻ്റെ ശിവേട്ടനാണെങ്കിൽ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ഈ അടി കൊണ്ട് നന്നായാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നീ എന്തിനാ ഇത്രയ്ക്ക് ക്രൂരയാകരുത്, കുറേ കാലം സ്നേഹിച്ച് നടന്നതല്ലേ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനിപ്പോഴും എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല, അവനാണ് മാറ്റം വന്നിട്ടുള്ളത്, ചിലപ്പോൾ കുറേ അടിയൊക്കെ കിട്ടുമ്പോൾ നന്നായാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് റാണി പറയുന്നത്, ഇവളോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് ശിവേട്ടനെ രക്ഷിക്കാൻ നോക്കാം. അന്നേരം ഡെയ്സിക്ക് ദേഷ്യമെന്ന് പറയുന്നുണ്ട്, ഇവളെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, ഇവിടെ വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം പോലീസ് സ്റ്റേഷൻ കൊണ്ട് ആരെങ്കിലും കാല് പിടിച്ച് നമുക്ക് ശിവേട്ടനെ ഇറക്കാമെന്നിങ്ങനെ റാണി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്കാണ്, അവിടെ കൊണ്ടേ നമുക്ക് ശിവേട്ടനെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം അത് എവിടേക്കാണെന്ന് കളക്ടർ ശാലിനിയുടെ അടുത്തേക്കാണ് പോകാമെന്ന് ചന്ദ്ര പറയുന്നത്. പക്ഷേ എവിടേക്കാണെന്നുള്ളത് അവിടെ പറയുന്നില്ല, അതുകൊണ്ട് ഡെയ്സിക്ക് മനസ്സിലാവുന്നുമില്ല. അതേസമയം അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ശിവനെ കൊണ്ടുവരുന്നതും കാത്താണെങ്കിൽ ആൻ്റണിയും കുറേ പിന്നെ പത്രപ്രവർത്തകരും ഒക്കെ കൂടിയിട്ടുണ്ട്. അതൊക്കെ അവർ സോമശേഖരനൊക്കെ ഏർപ്പാടാക്കിയത് തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകനെയാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്, കാമുകിക്ക് വേണ്ടി ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ ഇങ്ങനെ ശിവനെക്കുറിച്ച് ഓരോ മീഡിയക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം കുറേ ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട്. അവനെ ചെരുപ്പ് കൊണ്ട് അടിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ അവർ ആ പെൺകുട്ടിയുടെ മുഖത്തുനിന്ന് വന്ന ചോരയ്ക്ക് പകരമായിട്ട് അവനെ ചെരുപ്പ് കൊണ്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ ഇങ്ങനെ ക്യാമറയിൽ എടുക്കുന്നുണ്ട്. അന്നേരം ആൻ്റണി അവിടെ നിൽക്കുന്നുണ്ട്. ആൻ്റണിയും പറയുന്നുണ്ട്, അവനെ സ്നേഹിച്ചു പോയതാണ് എൻ്റെ പെങ്ങൾ ചെയ്ത തെറ്റ്, അവനെ ഒത്തു കിട്ടുമെങ്കിൽ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ തന്നെയാണ് ഞാനിവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്. അവന് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്, പിന്നെ കല്യാണം കഴിക്കുന്നത് വരെ സ്നേഹിക്കുമ്പോൾ കാമുകിയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആഗ്രഹം തീർന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മോശമായിട്ട് ശിവനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീപ്പിലാണെങ്കിൽ ഇങ്ങനെ ശിവനെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം അവരും ക്യാമറക്കാരും മീഡിയക്കാരും ഒക്കെ കുറേ അനൗൺസ്മെൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ശിവനെ അങ്ങോട്ട് ഇറക്കുകയാണ്. അന്നേരം 2 കൈയിലും ഇങ്ങനെ വിലങ്ങ് വെച്ചിട്ടുണ്ട്, 2 കൂടി ചേർത്ത് വിലങ്ങ് വെച്ചിട്ടുണ്ട്. നിനക്ക് നല്ലൊരു സ്വീകരണമാണല്ലോടാ മീഡിയക്കാരും നാട്ടുകാരും കൂടി ചേർന്ന് നിൽക്കുന്നത്, ഒരു നിലവിളക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭദ്രദീപം കൊളുത്തി അങ്ങോട്ട് കയറാമായിരുന്നു എന്നിങ്ങനെ സോമശേഖരൻ കളിയാക്കുകയാണ്. അന്നേരം നിൻ്റെ ചിതയ്ക്ക് നീ തന്നെ തീ കൊളുത്താൻ പോവുകയാണല്ലോ, അപ്പോൾ തിരി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ സോമശേഖരൻ, എന്നാലാവും ഇതാ ഞാൻ അറേഞ്ച് ചെയ്തതാണെന്ന് പറയുമ്പോൾ, നീ ഒരു മണ്ടൻ തന്നെയാണ്, ഇവർക്ക് കൊടുത്ത കാശുണ്ടായിരുന്ന അതിൻ്റെ പകുതി പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കുള്ള പലിശ പണം നിനക്ക് തന്നു തീർക്കാമായിരുന്നല്ലോ, എന്തായാലും നീ ഇത്രയും അപമാനിതനാക്കി എൻ്റെ മുന്നിൽ വിട്ടിരിക്കുകയല്ലേ, നീ 2 പഞ്ഞി കഷ്ണം എന്തായാലും നീ പോക്കറ്റിൽ വെച്ചോ, നിനക്ക് എപ്പോഴും അത് മുക്കിൽ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനും കുറേ വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കസർത്തുകയാണ്.
അന്നേരം ഈ ആളുകളാണെങ്കിൽ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറേ പോലീസുകാരിങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ തടുത്ത് നിർത്തുകയാണ്. അന്നേരം ആ ചെരുപ്പം കൊണ്ടുവന്ന ആൾ പറയുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാം, അവൻ്റെ വാരിയിൽ ഞാൻ എടുക്കും സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ മീഡിയക്കാരും പറയുന്നുണ്ട്, സ്ത്രീ പീഡകർക്ക് ഇങ്ങോട്ട് തന്നേരം ഞങ്ങൾ തല്ലിക്കൊള്ളാം, സ്ത്രീ പീഡകരെ നാട്ടുകാർ തല്ലിയാൽ അതിൽ കേസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കേട്ടോടാ, നിൻ്റെ ചോരയ്ക്ക് വേണ്ടി അവരവിടെ ആർപ്പ് വിളി കൂട്ടുകയാണ്, നിന്നെ അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ എന്ന് നീ അത്രയ്ക്ക് നാറി നിൽക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഓടയിൽ കിടക്കുന്ന നിനക്കൊന്നും നാറ്റം എന്താണെന്ന് മനസ്സിലാവില്ല, ഞാനിവിടെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഗാന്ധിജി പറഞ്ഞ ആ ഒരു വാചകം കൊണ്ട് തന്നെയാണ്, 2 വാക്കുകൾ കൊണ്ട് തന്നെയാണ് സത്യമേവ ജയതേ എന്ന് പറയുകയാണ്. സത്യം ജയിക്കുക തന്നെ ചെയ്യും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയാണ് ഞാൻ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു അവൻ കുറേ ഡയലോഗ് ശിവനും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നിട്ട് പിന്നെ ഇവനെ അങ്ങോട്ട് പിടിച്ച് കയറ്റിടുമെന്ന് പറയുകയാണ്. അന്നേരം ആൻ്റണി അങ്ങോട്ട് ഓടി വന്ന് ശിവനെ ഷർട്ടിന് കുത്തി പിടിക്കുന്നുണ്ട്. നീ എൻ്റെ പെങ്ങളെ നിന്നെ ഞാൻ തല്ലു എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ ശിവനാണെങ്കിൽ ആൻ്റണി അങ്ങോട്ട് തള്ളി മാറ്റുകയാണ്. പെങ്ങളെ വളർത്തുമ്പോൾ തല്ലി വളർത്തണം, അല്ലെങ്കിൽ പെങ്ങൾക്കും കിട്ടും ആങ്ങളയ്ക്കും കിട്ടും എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അതൊക്കെ ഈ ക്യാമറയിലെല്ലാം എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകൻ വന്നിട്ട് ചെയ്തത് തെറ്റായിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ അയാൾക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ്. കാരണം നോക്കി കൊടുക്കുന്നുണ്ട്, 2 കൈയും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ചെറിയൊരു മനസ്താപം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് മാറിക്കിട്ടി എന്ന് ശിവൻ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പിന്നെ പോലീസുകാരോട് പിടിച്ചുകൊണ്ട് കയറ്റാൻ പറയാൻ, വേണ്ട എന്നെ തൊട്ട് പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം പോലീസുകാരെല്ലാം കൂടി ചേർന്ന് തന്നെ ശിവനെ പിടിച്ച് പിന്നെ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ലോക്കപ്പിന് മുന്നേ എത്തുമ്പോൾ ലോക്ക് അഴിക്കാൻ പറയുകയാണ്, വിലങ്ങ് അഴിക്കാൻ പറയുന്നുണ്ട്. ഒരു പോലീസുകാരൻ വിലങ്ങ് അഴിക്കുന്നുണ്ട്, അവനെ അങ്ങോട്ട് പിടിച്ച് കയറ്റി എന്ന് പറയണം. പക്ഷേ പോലീസുകാരൻ തൊടാനായിട്ട് ശിവൻ സമ്മതിക്കില്ല കേട്ടോ. ശിവനാണെങ്കിൽ ആകെപ്പാടയില്ല കുതറി അങ്ങനെ ഒരു സിംഹത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവരൊക്കെ ചേർന്ന് തന്നെ സെല്ലിനകത്തേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണ്. നീ കുറേ നാൾ കിടന്ന് അഹങ്കരിച്ചല്ലേ, ഇനി എന്നെ അകത്ത് കേടാ, ഇതിന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നുണ്ട്. ശിവൻ സെല്ലിൽ നിന്നിട്ട് ഇങ്ങനെ മൂക്കൊക്കെ തുറന്ന് ചെവിയൊക്കെ ഇങ്ങനെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ ആശ്രമത്തിൽ സുസ്മിതയാണെങ്കിൽ അവിടെ ആശ്രമത്തിലിരുന്നു കൊണ്ട് പിന്നെ ന്യൂസ് ചാനലിൽ ഇങ്ങനെ കാണുന്നുണ്ട് ശിവനെ ഇങ്ങനെ കൊണ്ടുവരുന്നതും കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും പിന്നെ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് വെച്ച് മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അന്നേരം മീഡിയക്കാരെന്തായാലും കൊടുത്ത കാശിന് നന്നായിട്ട് പണിയെടുത്തു. ഇതിൽ ഫുൾ ക്രെഡിറ്റും അവൾക്ക് തന്നെയാണ്. അവൾക്ക് വിളിച്ചൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിതയാണെങ്കിൽ ഡെയ്സിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വളരെ സന്തോഷത്തിലാണ് ഡെയ്സി ഫോൺ എടുക്കുന്നത്. ഹലോ ചേച്ചി എന്ന് പറയുമ്പോൾ, നിനക്കൊരു കൺഗ്രാജുലേഷൻ പറയാനാണെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്ക് തന്നെയാണ് എന്ന് പറയുമ്പോൾ, എന്നാലും അഭിനയിച്ച് തകർത്തത് നീ തന്നെയാണല്ലോ, അവനെന്തായാലും ആകെ പെട്ടു എന്ന് പറയുകയാണ്. മീഡിയക്കാർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, അവനിനി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല എന്ന് പറയും. പെണ്ണൊരുമ്പട്ട ബ്രഹ്മനം തടുക്കാനാവില്ല എന്നവൻ കേട്ടിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മസിൽ പവർ കൊണ്ടും ശക്തി കൊണ്ടും അവനെല്ലാം നേടിയെടുക്കാനാവും എന്നാണ് വിചാരിച്ചത്. ഒരു പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇനി എനിക്ക് കാണേണ്ടത് ആ കളക്ടറമ്മയുടെ മുഖഭാവമാണ്, അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് എനിക്ക് കാണണമെന്ന് ദ്രോഹിച്ചതിന് എന്നൊക്കെ ഇങ്ങനെ ഡെയ്സി പറയുന്നുണ്ട്. അന്നേരം പിന്നെ അവൻ എന്തായാലും അവിടെ കളക്ടറമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും നാട്ടുകാരവനെ എന്തായാലും പെരുമാറിയിട്ടുണ്ടാകും. അതിനുവേണ്ടി നാട്ടുകാരെ നിൻ്റെ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും കൂലി കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അവനെ സെല്ലിലേക്ക് കയറ്റി കെട്ടിക്കഴിഞ്ഞാൽ നഖത്തിൽ വയ്ക്കാനുള്ള മുട്ടുസൂചി വരെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വലിയൊരു പിന്നെ സദ്യ തന്നെ അവന് വിരുന്ന് ഒരുക്കി, വേദന എന്തെന്നറിയാത്ത അവന് വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ആണിക്കോത്ത് മഹേന്ദ്രൻ, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്ന മഹേന്ദ്രൻ്റെ മകന് ഒരു ആറാട്ട് സദ്യ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് SI സോമശേഖരനാണ്. അത് കഴിഞ്ഞാൽ സംഭവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സോമശേഖരൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ കളക്ടർ മാഡത്തിൻ്റെ അടുത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവനെ ഒന്ന് പോയി കാണണം, പിന്നെ എന്നെ കൊണ്ട് എന്താണ് സാധിക്കും എന്നുള്ളത് അവനെ കാട്ടിക്കൊടുക്കും, അവനെ ഒന്ന് കാണണമെന്നൊക്കെ ഡെയ്സി പറയുമ്പോൾ, അങ്ങനെ ഒരു പോക്കുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ വരും, ഒരേ ശക്തിയുള്ള 2 സ്ത്രീകൾ ചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവനൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാകെ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചാണ്. സ്ത്രീയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് സെല്ലിൽ ഇങ്ങനെ ഇരിക്കുന്ന ആകെ വിഷമിച്ചെല്ലാം ഇങ്ങനെ ദേഷ്യം പോലെ ഇരിക്കുന്ന ആ ഒരു ശിവനിങ്ങനെ തറയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അവിടെ ഡെയ്സി ആണെങ്കിൽ ഒരു വീഡിയോ, ഡെയ്സിയല്ല റാണിയും ചന്ദ്രയും കൂടി, ചന്ദ്രയാണെങ്കിൽ ഒരു വീഡിയോ കൊണ്ടുപോയി ശാലിനിയെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏത് വീഡിയോ ആണെന്നുള്ളത് ഇവിടെ പ്രൊമോയിൽ വന്നിട്ടില്ല. മിക്കവാറും ഇനി റാണി പിന്നെ എടുത്ത ഡെയ്സി ഇങ്ങനെ കാണിക്കുന്നതൊക്കെ എടുത്ത വീഡിയോ ആണോ അതോ ഇനി
ഇനി എന്താണെന്നുള്ള അറിയില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.